ഹായ് ലേൺ ഫോർ പീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ദിവസം നടന്ന ലാബ് അസിസ്റ്റന്റ് എന്ന പരീക്ഷയിൽ മാത്സിന്റെ ഭാഗത്തു നിന്ന് ചോദിച്ച 7 ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങളാണ്. അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളായിരുന്നു. സിലബസ് നോക്കി തന്നെ അറിയാം. +1 +2 ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് മെയിനായിട്ട്. അപ്പോൾ മാത്സിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മളിപ്പോ ഒരു കഴിഞ്ഞ ദിവസം ഒരു റിവ്യൂ ചെയ്തായിരുന്നു. മാത്സിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ താരതമ്യേന എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. അതായത് ആ ഒരു കണ്ടന്റ് മനസ്സിലാക്കി അത്യാവശ്യം പഠിച്ച വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളായിരുന്നു കേട്ടല്ലോ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ നോക്കാം. ഇൻ എ ക്ലബ് 60 men play cricket, 30 play tennis and 15 play both cricket and tennis. How many play at least one of these two games എന്നാണ്. അപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നവര് ഇപ്പൊ ഞാൻ എ എന്ന് എടുക്കണം വിചാരിക്കുക, എ. ടെന്നീസ് കളിക്കുന്ന ആൾക്കാർ ഞാൻ ഇപ്പൊ ബി എന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോ ഇവിടെ 15 പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ് എന്നാണ് ആണല്ലോ. എപ്പം ബോത്ത് ആൻഡ് വരുമ്പോ ആലോചിക്കുന്നത് അത് എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി ആണ് ബോത്ത് ആൻഡ് വരുമ്പോ കേട്ടല്ലോ. ഓക്കെ, പിന്നെ ഇവിടെ 16 men പ്ലേ ക്രിക്കറ്റ് എന്നല്ലേ, അതായത് N of A ആണെന്ത് 60 എന്ന് പറഞ്ഞത്, ആ ക്രിക്കറ്റ് കളിക്കുന്നവരുടെ എണ്ണം 60. അതുപോലെ N of B എന്ന് പറയുമ്പോൾ ടെന്നീസ് കളിക്കുന്നവരുടെ എണ്ണം എത്ര? 30. N of A ഇന്റർസെക്ഷൻ B എത്ര? അപ്പോ ബോത്ത് A ആൻഡ് B എന്നല്ലേ, എത്ര? 15. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ഗെയിംസ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കളിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുമ്പോൾ അവിടെ എന്താ കണ്ടിരിക്കേണ്ടത്? N of A യൂണിയൻ ബി ആണ്. ഓർമ്മിച്ചോണേ, അറ്റ്ലീസ്റ്റ് ആ വേടൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ എ യൂണിയൻ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടല്ലോ. N of A യൂണിയൻ ബി എന്താ? N of A പ്ലസ് N of B മൈനസ് N of A ഇന്റർസെക്ഷൻ B. ഓക്കെ ആണല്ലോ. N of A പ്ലസ് N of B മൈനസ് N of A ഇന്റർസെക്ഷൻ B. N of A എന്ന് പറയുമ്പോൾ എത്ര? 60. N of B 30 മൈനസ് 15. ഓക്കെ ആണല്ലോ. 60 30 90, 90 മൈനസ് 15 എത്ര ഇടും? 75, 75 എന്ന് ഇടും. ഇത് നമ്മള് +1 സെറ്റ് എന്ന പാഠത്തിൽ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അത്യാവശ്യം പഠിച്ച ആൾക്കാരൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ. ആ ഇക്വേഷൻ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക കേട്ടല്ലോ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മുടെ PSCയുടെ മറ്റു പരീക്ഷകൾക്കും 10th സിലബസിലും അതുപോലെ +2 സിലബസിൽ വരുന്ന പരീക്ഷകളുണ്ടല്ലോ, അതിന് വരെ ചിലപ്പോൾ എന്ത് ചെയ്യും, കയറി ചോദിച്ചിട്ടുണ്ട്. വേണ്ടല്ലോ, മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും എന്ത് ചെയ്യും, കയറി ചോദിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതിപ്പോ +2 സിലബസ് ആണ്, അല്ലെങ്കിൽ +2 ടെക്സ്റ്റ് ബുക്ക് +2 ടെക്സ്റ്റ് ബുക്കിലേക്കുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് കരുതി പഠിക്കാൻ വിടരുത്. ഇക്വേഷൻ പഠിച്ചു വെച്ച് ചെയ്യുക കേട്ടല്ലോ. നിങ്ങൾക്ക് ഇനി മറ്റു പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ചോദിക്കും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ആൻഡ് പോയിന്റ് ടു ഫംഗ്ഷൻ? വിട്ടുപോയോ? ഒരു മിനിറ്റ്, 95 ക്വസ്റ്റ്യൻ വിട്ടുപോയി. അപ്പോൾ നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കാൻ വിട്ടുപോയതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ട, ഇഫ് A ഈക്വൽ ടു സെറ്റ് XYZ, B ഈക്വൽ ടു 1 2 അങ്ങനെയെങ്കിൽ then the number of relations from A to B ആണ്. then the number of relations from A to B ആണ്. അപ്പോൾ അവിടെ പഠിച്ചു വെച്ചിരിക്കുക, the number of relations from A to B എന്ന് ചോദിക്കുമ്പോൾ ഇക്വേഷൻ തരണ്ട 2/mn. 2/mn. ഓക്കെ ആണോ? 2/mn എന്ന് പറയുമ്പോൾ ഇവിടെ M എന്താ? ഇവിടെ M എന്ന് പറയുമ്പോൾ എയിലെ എലമെന്റ്സിന്റെ എണ്ണം, N എന്ന് പറയുമ്പോൾ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം. ഓക്കെ ആണോ? എമ്മും എന്നും എന്താണ്? എയുടെയും ബിയുടെയും എലമെന്റ്സിന്റെ എണ്ണമാണ്. പറഞ്ഞല്ലോ, എ എന്ന സെറ്റും ബി എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണമാണ് എമ്മും എന്നും. അപ്പൊ 2/m എന്ന് പറയുമ്പോൾ എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 എണ്ണം ഉണ്ട് ഇല്ലേ? 3. 3 ഇൻറ്റു N. എത്ര? ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം 2 അല്ലേ? 2. അപ്പൊ എത്ര ആയിട്ടുള്ള? 2/3 × 6
ചെയ്യുമ്പോൾ കിട്ടും 64 എന്ന് കിട്ടും കേട്ടല്ലോ ആൻസർ. അപ്പൊ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക നമ്പർ ഓഫ് റിലേഷൻസ്. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ. ഏതാണ് ഓൺ ടു ഫംഗ്ഷൻ എന്നാണ്. അത് എന്താണ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. ഓൺ ടു ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എ എന്ന സെറ്റ് ബി എന്ന സെറ്റ് 1 2 3 4 5 6 7. ഓക്കെ, അപ്പോ ആദ്യം ഓൺ ടു പറഞ്ഞതിന് മുമ്പ് നമുക്കൊന്ന് ഒണ്ണം ആദ്യം പറയാം. ഒണ്ണം കൂടെ പഠിച്ച് ഓക്കെ, ഒണ്ണം കൂടെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ഒണ്ണം ഓൺ ടു രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. പക്ഷേ എന്ത് ചെയ്യുക, രണ്ടും ഒരുമിച്ച് പറഞ്ഞു പോവാം. ഒണ്ണൺ ഫംഗ്ഷൻ എന്താണെന്നാണ്. ഓക്കെ, ഒണ്ണൺ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതിപ്പോ ഫസ്റ്റ് സെറ്റ് ആണല്ലോ, ഇത് എ ബി എന്ന് വിചാരിച്ചു. അപ്പൊ ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജ് ഉണ്ടായിരിക്കണം കേട്ടോ. ഡിഫറെന്റ് ഇമേജസിന് ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജ് ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അതായത് ഡിഫറെന്റ് എലമെന്റ്സിന് സെയിം ഇമേജ് വരാൻ പാടില്ല എന്നാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്ക്, ഇപ്പൊ 1 5 2 6 3 7 എടുത്തു. 1 5 2 6 3 4 എടുത്തു, 3 7 എടുത്ത് ഇപ്പൊ 4 8 കൊടുക്കുന്ന ശേഷം അപ്പൊ നോക്കുക അവിടെ ഡിഫറെന്റ് എലമെന്റിന് ഇവിടെ ഡിഫറെന്റ് ഇമേജ് ഉണ്ട് ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതെന്ത് പറയാം, നമ്മള് 1 1 ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. എന്നാൽ ഇപ്പോ ഈ 4 ഒന്നും കൂടെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തറാം, 4 7 ഉണ്ട് കണ്ടോ. അപ്പൊ ഇവിടെ 3ക്കും അടുത്ത 4നും ഒരേ ഇമേജ് വന്നു ഇല്ലേ, ഒരേ ഇമേജ് 7 എന്ന ഇമേജ് ആണ് വന്നത് ആണല്ലോ. അപ്പൊ അങ്ങനെ വന്നാൽ എന്താവൂല, 1 1 ആവൂല കേട്ടോ. അപ്പൊ ഡിഫറെന്റ് എലമെന്റിന് ഇപ്പുറത്തും ഡിഫറെന്റ് ഇമേജിന് വരണം, സെയിം ഇമേജ് വരാൻ പാടില്ല. അതാണ് എന്ത് 1 1 എന്ന് പറയുന്നത് കിട്ടുമല്ലോ. ഇനി ഓൺ ടു എന്ന് പറയുന്നത്, ഓൺ ടു എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയും കേട്ടല്ലോ. രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റ്സും ആദ്യത്തെ സെറ്റിലെ എലമെന്റ്സിന്റെ ഇമേജ് ആയിട്ട് വരണം. എന്തോടാ, രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റ്സും ആദ്യത്തെ സെറ്റിലെ ഏതെങ്കിലും എലമെന്റിന്റെ ഇമേജ് ആയിട്ട് വന്നാൽ മതി. ഓക്കെ, ഇവിടെ 5 1ന്റെ ഇമേജ് ആണ്, 6 2ന്റെ ഇമേജ് ആണ്, 7 3യുടെയും 4ന്റെയും ഇമേജ് ആണല്ലോ. എന്നാൽ 8ന് ഇവിടെ എന്തില്ല, 8 1ന്റെ ഇമേജ് ആയിട്ട് വരുന്നില്ല ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് എന്താവൂല, ഓൺ ടു ഫംഗ്ഷൻ ആവൂല കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റും ആദ്യത്തെ ഇമേജ് ആയിട്ട് വരണം. ഓക്കെ, ഇനി നോക്കണം, ഇനി നമ്മൾ ഓപ്ഷൻ നോക്ക്. എ എന്ന സെറ്റില് 1 2 3 4 5 ആണ് ആണല്ലോ. ഫംഗ്ഷൻ പറഞ്ഞത് എയിൽ നിന്ന് എയിലോട്ടാണ്, ഡിഫൈൻഡ് ബൈ 1 3 എന്നുണ്ട്. അപ്പൊ വരച്ചു നോക്കണം. 1 3 2 5 3 5 4 2 എന്നുണ്ട്. എ വരയ്ക്കാം. എ ടു എ ആണല്ലോ. എ എന്ന സെറ്റില് 1 2 3 4 5. ഇപ്പുറത്തും അതേപോലെ 1 2 3 4 5. ഓക്കെ, 1 3 എന്ന് പറയുമ്പോൾ 1ൽ നിന്ന് 3ലോട്ട്, 1ന്റെ ഇമേജ് ആണ് 3. 2 5 എന്ന് പറയുമ്പോൾ 2ന്റെ ഇമേജ് ആണ് 5. 3 5 എന്ന് പറയുമ്പോൾ 3യുടെ ഇമേജ് ആണ് 5. 4 2 അതായത് 4 2. അടുത്ത് 5 3. ഓക്കെ, നോക്കടാ, ഇതിപ്പോ 1 1 ആണോ ഡേ, 1 1 ആണോ? അല്ല. കാരണം എന്താ, ഇവിടെ 2ന്റെ ഇമേജ് 5 ആണ്, 3യുടെ ഇമേജ് 5 ആണ് ഇല്ലേ. അപ്പൊ ഇവിടുത്തെ ഡിഫറെന്റ് എലമെന്റിന് എന്ത് കിട്ടിയടാ, സെയിം ഇമേജ് ആണ് അവിടെ കിട്ടിയത് ആണല്ലോ. അതുകൊണ്ട് 1 1 ആകത്തില്ല. ഓക്കെ, ഓർമ്മിച്ചോടെ. ഇനി ഓൺ ടു ആവോ, രണ്ടാമത്തെ സെറ്റ് നോക്ക്. രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റും ഇമേജ് ആയിട്ട് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടുത്തെ 1 ഇമേജ് ആയിട്ട് വരുന്നേ ഇല്ല, ഇവിടുത്തെ 4 ഇമേജ് ആയിട്ട് വരുന്നേ ഇല്ല ആണല്ലോ. അപ്പോ ഇതെന്താവൂല, ഓൺ ടു ആകത്തില്ല. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ അല്ല. ഇനിയോ a = -1 1 എന്നുണ്ട്. ഓക്കെ, a = -1 ഉണ്ട്. f from a to a ആണ്. എന്താ, f of x = x² എന്നാണ് ആണല്ലോ. അപ്പൊ ആ ഫംഗ്ഷൻ വന്ന് f of x = x² എന്നാണ്. നോക്ക്, ഇപ്പം -1 1, ഇവിടെയും -1 1. ഒന്ന് ആലോചിച്ചു, -1ന്റെ സ്ക്വയർ എത്തടാ. അവിടെ ഫംഗ്ഷൻ പറഞ്ഞത് എന്താ, x² എന്നല്ലേ ആണല്ലോ. അപ്പൊ x² ആണ് നോക്കേണ്ടത്. ഓക്കെ, -1ന്റെ സ്ക്വയർ 1 ആണ്, 1ന്റെയും സ്ക്വയർ എത്രയാണ്, 1 ആണ് അല്ലേ.
നെഗറ്റീവ് എടുത്താലും പോസിറ്റീവ് എടുത്താൽ സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആവുമല്ലോ. -1ന്റെ സ്കോർ 1 1ന്റെ സ്കോർ 1 ആണല്ലോ. ഇവിടെ നോക്ക്, ഇവിടുത്തെ ഈ -1 എന്തല്ല, -1 1ന്റെ ഇമേജ് ആയിട്ട് വരത്തില്ല ഇല്ലേ? -1 ഇമേജ് ആയിട്ട് വരത്തില്ലല്ലോ. അതുകൊണ്ട് ഇതും എന്താവൂല, ഓൺ2 ആവൂല. ക്ലിയർ ആയോ? ഇനി അടുത്ത് ക്യൂബ് നോക്കുക. ക്യൂബ് നോക്കുമ്പോ ക്യൂബ് -1 1, ഇവിടെ -1 1. ഓക്കെ, അപ്പൊ ക്യൂബ് നോക്കുമ്പോ -1ന്റെ ക്യൂബ് എന്ത് ചെയ്യണടാ, -1 ആണ് അല്ലേ? ഒന്നാലോചിച്ചത്, -1 ഇൻറ്റു -1 ഇൻറ്റു -1 ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആവുമല്ലോ, പ്ലസ് ആവും. ഓക്കെ, മൈനസ് മൈനസ് പ്ലസ് ആവും. 1 ഇൻറ്റു 1 1. അടുത്ത 1 ഇൻറ്റു -1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -1 കിട്ടും. അല്ല, 1ന്റെ ക്യൂബ് എത്രയാണ്? 1 തന്നെയാണ്. കണ്ടോ? ഓക്കെ, അപ്പൊ ഈ ഒരു ഫംഗ്ഷനിൽ രണ്ട് എലമെന്റും അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റും എന്താണ്? ആദ്യത്തെ സെറ്റിലെ എലമെന്റ്സിന്റെ ഇമേജ് ആണ് ഇല്ലേ? അപ്പൊ ഇത് എന്താണ്ടാ, ഇത് ഓൺ2 ആണ് കേട്ടോ. അതിൽ 1 ആണ് ഇല്ലേ? ഇവിടുത്തെ ഡിഫറെന്റ് എലമെന്റിന് ഇവിടെ ഡിഫറെന്റ് ഇമേജ് ഇല്ലേ? അപ്പൊ 1 ആണ്, ഇത് ഓൺ2 ആണ് കേട്ടല്ലോ. എങ്ങനെയാണോ വരാം. ക്ലിയർ ആയോ? അപ്പൊ 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എലമെന്റിൽ ഫസ്റ്റ് സെറ്റിലുള്ള എല്ലാ എലമെന്റിനും എന്താ പറയുക, ഡിഫറെന്റ് ഇമേജ് ആയിരിക്കും വരേണ്ടത്. ഓക്കെ, ഓൺ2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സെറ്റിലെ എലമെന്റ്സ് എന്ത് അവിടെ ഉറപ്പായിട്ട് ഇമേജ് ആയിട്ട് വരണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും എലമെന്റ് ഇമേജ് ആയിട്ട് വരണം. ഓക്കെ ആണല്ലോ. അപ്പൊ സി ആണ് ഓപ്ഷൻ വേണ്ടത്. ഇനി അടുത്ത്, ഹൗ മെനി ടേംസ് ഓഫ് ദ arithmetic progression 147 ആർ നീഡഡ് ടു ഗിവ് ദ സം 715? അപ്പൊ ഇവിടെ സമ്മ് തന്നിട്ടുണ്ട് ആണല്ലോ, സമ്മ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ടേമിന്റെ സമ്മാണെന്ന് നമ്മൾ ചോദിച്ചുള്ളൂ. അത് n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കാം. നമ്മൾ സമ്മിന്റെ ഇക്വേഷൻ എഴുതാനടാ, n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. ഇതാണ് സമ്മിന്റെ ഇക്വേഷൻ. എഫിന് വരെ എ ചെറിയ പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ 2f പ്ലസ് n-1 ഇൻറ്റു d. സം എത്ര എന്നുണ്ട്? 715 എന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഓർന്നിട്ട് n നമുക്ക് അറിയത്തില്ല ഇല്ലല്ലോ. n ആണ് കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് ടേംസ്. എഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ആണ് എത്ര? 1. ഇനി ഡി, കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേമും ഫസ്റ്റ് കൂടെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 4 - 1 എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇത്ര ചെയ്താലോ. ഓക്കെ, നമുക്ക് അറിയായിരിക്കും. അപ്പോ ഈ ബൈ 2 നേരെ അപ്പുറത്ത് കൊണ്ടുപോകാൻ വേണം. അപ്പൊ n അതുപോലെ ഇട്ടെ, n ഇൻറ്റു 2f എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് n-1 ഇൻറ്റു ഡിയോ കോമൺ ഡിഫറൻസ് 3 ആണ്, ഈക്വൽ ടു 715 ഇൻറ്റു 2. അത് n ഇൻറ്റു ഇവിടെ 2 ഇൻറ്റു 1 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. 2 പ്ലസ് 3 ഉണ്ടാകത്തോട്ട് ഇൻറ്റു ചെയ്യാം. 3 ഇൻറ്റു n 3n ആണല്ലോ. അത് 3 ഇൻറ്റു -1 -3 ഈക്വൽ ടു ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 14 1430 കിട്ടും. ഓക്കെ, ഇനി n ഇൻറ്റു 3n ഇവിടെ 2 - 3 എത്ര? 2 - 3 അല്ലേ ഇവിടെ? ആണല്ലോ. 2 - 3 എത്രയാണ്? 2 - 3 എന്ന് പറയുമ്പോൾ -1 ആണ് ഇല്ലേ? കുറച്ചിട്ട് വലുതിന് വെച്ചിട്ടാണ്. അപ്പൊ -1 ഈക്വൽ ടു 1430 കിട്ടും ആണല്ലോ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? n കൊണ്ട് അകത്തോട്ടൊക്കെ ഇൻഡ്യൂ ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കിയൊക്കെ എടുക്കാം പറഞ്ഞിട്ടല്ലോ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. നിങ്ങൾ കഴിയുന്ന എന്ത് ചെയ്യും, ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ 4 ഓപ്ഷൻ കാണുമല്ലോ, ആ 4 ഓപ്ഷൻ എന്ത് ചെയ്യുക? എടുത്ത് കൊടുത്തു നോക്കുക പറഞ്ഞോ. അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് ഇവിടെ n കൊണ്ട് ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ അകത്തോട്ടൊക്കെ ഇൻഡ്യൂ ചെയ്തിട്ട് n കൊണ്ട് അകത്തോട്ടൊക്കെ ഇൻഡ്യൂ എന്ത് ചെയ്യും? ഇവിടെ ചെയ്യും പറഞ്ഞല്ലോ. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒക്കെ കിട്ടും. പിന്നെ ഫോർമുല കൊടുത്ത് ചെയ്യേണ്ടി വരും. മെനക്കെട്ട പരിപാടിയാണ്, ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 4 ഓപ്ഷൻ എടുത്ത് കൊടുത്ത് നോക്കുക. n 22 അല്ലേടാ? 22 ഇൻറ്റു 3 ഇൻറ്റു 22 -1 ചെയ്ത് നോക്കുക. അപ്പൊ 22 ഇൻറ്റു 3 ഇൻറ്റു 66 66 -1 65 കിട്ടും. ഇൻറ്റു നോക്കുക. 65 ഇൻറ്റു 22 130 130 034 ഓക്കെ, ഫസ്റ്റ് തന്നെ കിട്ടിയ നമുക്ക് 1430 ഉണ്ടോ? ഓക്കെ, അപ്പൊ ഓപ്ഷൻ എടുത്തിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കും. അപ്പോ ഇത്ര കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ?
ബാക്കി സെക്കൻഡ് ഡിഗ്രി വെച്ച് ചെയ്യാം. ഓക്കെ, പക്ഷെ അത്രയും സമയം എടുക്കും. ഓക്കെ, അപ്പൊ എന്തുണ്ടാവും, അങ്ങനെ അത്രയും ഡീപ്പായിട്ട് പോകണ്ട. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2 sin square 30 മൈനസ് 3 cos square 45 പ്ലസ് cos square 60? ആ ടേബിൾ പഠിച്ചാലേ കിട്ടത്തുള്ളൂ കേട്ടല്ലോ. ഈക്വൽ ടു സൈൻ സ്ക്വയർ 30 എന്ന് പറയുമ്പോൾ 2 സൈൻ സ്ക്വയർ 30 എന്ന് പറയുമ്പോൾ സൈൻ തേർട്ടിയുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. ഓക്കെ, 1/2 ആണ്. അപ്പൊ എന്ത് ചെയ്യാ, അവിടെ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെയും സ്ക്വയർ കൊടുക്കും. സൈൻ സ്ക്വയർ അല്ലേ ആണല്ലോ, സൈൻ തേർട്ടിയുടെ വാല്യൂ 1/2 ആണ്. സ്ക്വയർ എടുക്കുക. മൈനസ് 3 ഇൻറ്റു കോസ് സ്ക്വയർ 45 എന്ന് പറയുമ്പം കോസ് 45ന്റെ വാല്യൂ 1/√2 ആണ്. അപ്പൊ അതിന്റെയും സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 60 എന്ന് പറയുമ്പോൾ 1/2 ആണ്. ഓക്കെ, അപ്പൊ അവിടെയും 1/2ന്റെ സ്ക്വയർ. ഓക്കെ, വാല്യൂ പഠിച്ചാലേ പറ്റുള്ളൂ കേട്ടല്ലോ. നമ്മൾ തലേദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. 2 ഇൻറ്റു 1/2ന്റെ സ്ക്വയർ എത്ര? 1/4 മൈനസ് 3 ഇൻറ്റു 1/√2 അല്ലേ, എത്ര ഇട്ടൂടാ? 1/2 എന്ന് വരും. ഓക്കെ, 1/√2ന്റെ സ്ക്വയർ ആണ്. അപ്പൊ എത്ര ഇടും? 1/2 എന്ന് വരും. ഓക്കെ, പ്ലസ് ഇവിടെയും സ്ക്വയർ എടുക്കുമ്പോൾ 1/4 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യാം? 2ഉം 4ഉം വെട്ടി 2 പ്രാവശ്യം വെട്ടിയടാ. അപ്പൊ എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. 1/2 മൈനസ് 3/2 പ്ലസ് 1/4 ഈക്വൽ ടു, ഇവിടെ ഇതില് ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് മേലില് 1 - 3 ചെയ്യാം. ഓക്കെ, 1 - 3 എത്ര? -2 അല്ലേ? -2 ആണ്. അപ്പൊ -2/2 എന്ന് വരും പ്ലസ് 1/4 ഈക്വൽ ടു -2/2 എത്ര? -1 ആണ് അതല്ലോ. ഓക്കെ, ഡിവൈഡ് ചെയ്യാം 1 ബൈ -1 പ്ലസ് 1/4 എന്ന് വരും. ഈ 4 കൊണ്ട് ക്രോസ് ചെയ്യാം. 4 ഇൻറ്റു -1 -4 പ്ലസ് 1/4 എന്ന് വരും. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 4 ഇൻറ്റു -1 -4 പ്ലസ് 1/4 എന്ന് കിട്ടും. ഈക്വൽ ടു എത്ര? മേല് മൈനസ് പ്ലസ് ഉണ്ടല്ലോ, വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. -4 പ്ലസ് 1 എത്ര? -3 എന്ന് കിട്ടും /4. ഓക്കെ, ഇവിടുത്തെ കാൽക്കുലേഷൻ പല രീതിയിൽ ചെയ്യാം പറഞ്ഞിട്ടല്ലോ. ഓക്കെ, പല രീതിയിൽ ചെയ്യാം നമുക്ക്. എത്ര -3/4 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, എലിപ്സിൽ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് ഹൂസ് വെർട്ടീസസ് ആർ അറ്റ് 5,0 -5,0 ആൻഡ് ഫോക്കൈ അറ്റ് 40 -40? അവിടെ വെർട്ടീസസ് എത്രയുണ്ട്? വെർട്ടീസസ് 5 - 5 അല്ലേ, പ്ലസ് ഓർ മൈനസ് 5,0 എന്നുണ്ട്. അല്ല, ഫോക്കൈ ആണെങ്കിലോ, ഫോക്കൈ പ്ലസ് ഓർ മൈനസ് 4,0 എന്നുണ്ട്. ഓക്കെ, 2 പോയിന്റ് ആണ്. വെർട്ടീസ് എന്ന് വെച്ചാൽ എന്താണ്? വെർട്ടീസ് എന്ന് വെച്ചാൽ എന്താ? പ്ലസ് ഓർ മൈനസ് A,0 എന്നാണ് പറഞ്ഞിട്ടല്ലോ. ഓക്കെ, അപ്പൊ വെർട്ടീസസ് നമുക്ക് A കിട്ടും. എത്ര? A = 5 എന്ന് കിട്ടും. ഫോക്കൈ എന്ന് വെച്ചാൽ നമ്മൾ C വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ എന്ത്? 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഒരു ടൈം ഉണ്ട് B. ഓക്കെ, B എന്ന് പറയുമ്പോൾ ആ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടോ. അത് A² = B² പ്ലസ് C² ആണ്. A² = B² പ്ലസ് C², അല്ലെങ്കിൽ A² മൈനസ് B² ഈക്വൽ ടു എന്ത് വരും? C² എന്ന് വരും കേട്ടല്ലോ. ഏതായാലും പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, എങ്ങനെയാണോ പഠിക്കാം. ഇനി നമുക്കിവിടെ A ഉണ്ട്, C ഉണ്ട്, B ആണ് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. അപ്പൊ B കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ ചെറിയ മാറ്റം. അത് A², ഈ C² നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് B² അപ്പുറത്ത് കൊണ്ടുപോകാം കേട്ടോ. C² ഇപ്പുറത്ത് എന്താവും? -C² എന്നാവും ഈക്വൽ ടു B². ഓക്കെ, അപ്പൊ അതിന് B² ഈക്വൽ ടു എന്തോടാ? A² A5 അല്ലേ, 5ന്റെ സ്ക്വയർ മൈനസ് 4ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25 ആണ്, -16 എത്ര കിട്ടും? 9 എന്ന് കിട്ടും.
അപ്പൊ ബി സ്ക്വയർ കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ, എലിപ്സിന്റെ ഇക്വേഷൻ എന്താ? സ്റ്റാൻഡേർഡ് ഫോം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ് പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ 5 അല്ലേ, എ 5 ആണ്. അപ്പോൾ അതിന്റെ സ്ക്വയർ എത്ര ഇടും? 25 എന്ന് വരും. പ്ലസ് വൈ സ്ക്വയർ ബൈ ഇവിടെ ബി സ്ക്വയർ കിട്ടിയല്ലോ 9, നമുക്ക് കൊടുത്തേ 9 ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ വരാം, നമുക്ക് ഇവിടെ 4 ഓപ്ഷൻ ഇങ്ങനെ അല്ല. അപ്പൊ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാം കേട്ടോ. ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ബൈ 9 ഉണ്ടല്ലോ, 9 ഇങ്ങനെ ക്രോസ് ചെയ്യാം. 9 ഇൻറ്റു എക്സ് സ്ക്വയർ 9 എക്സ് സ്ക്വയർ പ്ലസ് 25 ഇഞ്ഞു കിട്ടും 25 വൈ സ്ക്വയർ ദ ഹോൾ ഡിവൈഡ് ബൈ താഴത്തെ രണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യാം 25 ഇൻറ്റു 1 25 ഇൻറ്റു 9. ഓക്കെ, ബാക്കി 9x സ്ക്വയർ പ്ലസ് 25 വൈ സ്ക്വയർ ബൈ 25 ഇൻറ്റു 9 ചെയ്യുമ്പോൾ എത്ര കിട്ടുള്ള 225 എന്ന് കിട്ടും ഈക്വൽ ടു 1. ആൻസർ ആയി 9x സ്ക്വയർ പ്ലസ് 25 വൈ സ്ക്വയർ ഈ ബൈ 225 നേരെ അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ എന്താവും? അപ്പുറത്ത് 1 ഉണ്ട്, 1 ഇൻറ്റു 225 എന്ന് 225 എന്ന് കിട്ടും. അപ്പൊ 9x സ്ക്വയർ പ്ലസ് 25 വൈ സ്ക്വയർ ഈക്വൽ ടു 225. ഓപ്ഷൻ ഉണ്ടല്ലോ, ഉണ്ട്. 9x സ്ക്വയർ പ്ലസ് 25 വൈ സ്ക്വയർ ഈക്വൽ ടു 225. ഓക്കെ ആണോ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് the equation of the line that has x-intercept -3 and is perpendicular to 3x plus 5y equal to 4. അവിടെ എക്സ് ഇന്റർസെപ്റ്റ് ആണ് ഉള്ളത് കേട്ടല്ലോ. നമ്മളെ പ്ലസ് 1 ടെക്സ്റ്റിൽ കൂടുതലും y ഇന്റർസെപ്റ്റ് വെച്ചാണ് കൂടുതലും പ്രോബ്ലം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എക്സ് ഇന്റർസെപ്റ്റ് അത്ര ഇമ്പോർട്ടൻസ് ആയാലും അത് കൊടുത്തിട്ടില്ല ടെക്സ്റ്റിലും. അപ്പോ എക്സ് ഇന്റർസെപ്റ്റ് എത്ര? -3 എന്നുണ്ട്. അവിടെ ആ ലൈൻ എന്തെന്ന് ഈസ് പെർപെൻഡിക്കുലർ ടു 3x പ്ലസ് വൈ എന്നുണ്ട്, 3x പ്ലസ് 5y ഈക്വൽ 4 എന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓർമ്മിക്കേണ്ടത് ഫസ്റ്റ് പോയിന്റ്, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എപ്പോഴും മൈനസ് ഒന്നായിരിക്കും. ഓക്കെ ആണോ? രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എപ്പോഴും മൈനസ് ഒന്നായിരിക്കും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? m1 ഈക്വൽ ടു -1/m2 എന്ന് കൊടുക്കാം കേട്ടല്ലോ. m നേരത്തെ ഇപ്പുറത്ത് കൊണ്ടുവന്നാണ്, ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഇപ്പുറത്ത് എന്താവും? ഡിവൈഡ് ആവും. ഓക്കെ, അപ്പൊ m1 ഈക്വൽ ടു ഇത് -1/m2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ 3x പ്ലസ് 5y ഈക്വൽ ടു 4. ഓക്കെ, ഇനി ഇതിലൊന്ന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ഒരു ഫോമിൽ y ഈക്വൽ ടു mx പ്ലസ് c ആ ഫോമിലാക്കി എഴുതുകയാണ്. ഓക്കെ, ഇന്റർസെപ്റ്റ് ഫോം y ഈക്വൽ ടു mx പ്ലസ് c ഫോമിലാക്കി എഴുതുകയാണ്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഫോമിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള m എന്തായിരിക്കും? m ആണ് എന്ത്? സ്ലോപ്പ് എന്ന് പറയുന്നത് കേട്ടല്ലോ. അപ്പൊ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമ്മളിവിടെ y ഈക്വൽ ടു mx പ്ലസ് c ഈ ഒരു ഫോമിലാക്കി എഴുതുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് y കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം 5y ഈക്വൽ ടു 4 ഉണ്ട്, 3x ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -3x. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു ഇവിടെ തിരിച്ച് -3x പ്ലസ് 4 തിരിച്ചു എഴുതിയേ. ഓക്കെ, എന്നിവിടെ 5 ഇൻറ്റു ഉണ്ടല്ലോ, 5 ഇൻറ്റു y ആണ് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ബൈ ആവും. ഓക്കെ, 5 കൊണ്ട് ഇവിടെ ഇൻറ്റു ആണ് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ബൈ ആവും. ഇനി 5 കൊണ്ട് രണ്ടിനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. അപ്പൊ -3/5 x എന്നും പ്ലസ് 4/5 എന്നും വരും. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു കിട്ടില്ലോ എന്താ? y ഈക്വൽ ടു -3/5x പ്ലസ് 4/5. ഓക്കെ, ഈ ഒരു ഫോം ആയല്ലോ അല്ലേ? അത് എക്സിന്റെ കൂടെ m അതായത് സ്ലോപ്പ് ആണല്ലോ. ഇവിടെ എക്സിന്റെ കൂടെ എത്ര? -3/5 ആണല്ലോ, -3/5 ആണ്, അതാണ് സ്ലോപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്ലോപ്പ് m1 ഈക്വൽ ടു -3/5 എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആണ് മറ്റേ ലൈൻ ആണല്ലോ. അപ്പൊ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയണം മൈനസ് എന്ന് പറയണം ആണല്ലോ. അപ്പൊ m1 m2 ഈക്വൽ ടു മൈനസ് എന്ന് പറയണം. m1 -3/5 ആണ് ഇൻറ്റു m2 -1. ഓക്കെ, ഈ മൈനസ് ഇവിടെ ക്യാൻസൽ ചെയ്യാം.
m2 ഈക്വൽ ടു ഈ 3/5 അപ്പുറത്തും എന്താവും നേരെ തിരിഞ്ഞ് 5/3 എന്നാവും 5/3 എന്നാവും. ഓക്കെ, അപ്പൊ നമുക്ക് ആവശ്യമുള്ള ലൈനിന്റെ എന്ത് കിട്ടി? സ്ലോപ്പ് കിട്ടി 5/3. എത്ര കിട്ടുമല്ലോടാ? ഇനി അവിടെ എക്സ് ഇന്റർസെപ്റ്റ് ആണോ ഉള്ളത് അല്ലെ? എക്സ് ഇന്റർസെപ്റ്റ് -3 എന്നുണ്ട്. ഓക്കെ, എക്സ് ഇന്റർസെപ്റ്റ് ഈക്വൽ ടു -3 എന്നുണ്ട്. ഇത് ഈ ഒരു ഇക്വേഷൻ എന്താ? ഇത് y ഇന്റർസെപ്റ്റ് തരാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു ചെയ്യുക കേട്ടല്ലോ. y ഇന്റർസെപ്റ്റ് ഇവിടെ സി ആയിരിക്കും എന്ത് അവിടുത്തെ y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞത് പറയണ്ടല്ലോ. ഒന്നിച്ചോടെ സി ആണ് ഇവിടുത്തെ y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞത് പഠിച്ചോണം. ഓക്കെ, അപ്പൊ y ഇന്റർസെപ്റ്റ് ആണ് ഉള്ളതെങ്കിൽ y = mx + c കൊടുക്കുക. ഇനി x ഇന്റർസെപ്റ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാ? y = m × x - d കേട്ടോ. അത് എക്സ് ഇന്റർസെപ്റ്റ് തന്നിട്ടാണ് ഇക്വേഷൻ ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? y = m × x - d. ഓക്കെ, ഈക്വൽ ടു നോക്ക് y = m × x അതുപോലെ എഴുതി മൈനസ് ഇവിടുത്തെ എക്സ് ഇന്റർസെപ്റ്റ് ആണ് എന്ത്? d എന്ന് പറഞ്ഞത്. ഇവിടെ -3 അല്ലേ? -3. ഓക്കെ, അപ്പോൾ d എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ എക്സ് ഇന്റർസെപ്റ്റ് ആണ്. ഓർമ്മിച്ചോണേ. അപ്പൊ y = m × x ഈ മൈനസ് പ്ലസ് ആയി 3. m ന് വാല്യൂ എടുക്കുക. സ്ലോപ്പ് y = എത്ര? 5/3 അല്ലേ? 5/3. 5/3 ആണ് സ്ലോപ്പ് കിട്ടിയത്. 5/3 × x + 3. ഈ 3 നേരെ ഇപ്പുറത്ത് കൊണ്ടുവരാം. 3 × y 3y = 5 ഉണ്ടാകത്തുള്ളൂ. 5 × x 5x + 15. ഓക്കെ, അപ്പോ 3y = 5x + എത്ര കിട്ടി? 15 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ 3y നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്നാലേ ഇവിടെ 5x 3y നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്നു ഉദ്ദേശിച്ചു. അപ്പൊ 3y ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -3y + 15 = അടന്നില്ലല്ലോ, = 0 എന്ന് കിട്ടും. അപ്പൊ 5x - 3y + 15 = 0 എന്ന് കിട്ടും. കിട്ടില്ലടാ? അപ്പൊ y ഇന്റർസെപ്റ്റ് ഫോം, എക്സ് ഇന്റർസെപ്റ്റ് ഫോം പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, ഇതൊക്കെ ആ സിലബസ് വെച്ച് പഠിച്ച ആൾക്കാർക്ക് അത്യാവശ്യം കിട്ടി കാണും. പറഞ്ഞിട്ടില്ല, അതൊക്കെ അത്യാവശ്യം ബേസ് ക്വസ്റ്റ്യൻ ഒക്കെയാണ്. ഒട്ടും പഠിക്കാത്തവർക്കാണ് മാത്സ് അത്യാവശ്യം പാഠം തോന്നിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. ഓക്കെ, അല്ല അത്യാവശ്യം പഠിച്ചവർക്ക് മാത്സിന്റെ ഭാഗത്തും ചോദ്യങ്ങൾ എളുപ്പമായിരുന്നിരിക്കും കേട്ടല്ലോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് Len4 PSC എന്നാണ് Len4 PSC എന്ന ടെലഗ്രാം ചാനലിലും ഗ്രൂപ്പും ഉണ്ട്. അതിലെന്ത് ചെയ്യാം? നിങ്ങൾ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാത്സുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഓക്കെ, അപ്പൊ ശരി, വീഡിയോ എന്ത് ചെയ്യുക? കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക? ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? ഷെയർ കൊടുത്തേക്കുക. ഓക്കെ, താങ്ക് യു.